മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. ഹാഷ്മി ഇവിടെ ആമുഖമായിട്ട് UP മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചിട്ടുള്ള പദം യോഗി എന്ന ആ പദമാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഹാഷ്മി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, അതുപോലെ തന്നെ CPM-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന സഖാക്കളെ, ഇന്നലെ സെപ്റ്റംബർ 20-ന് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഗമം അല്ല, പകരം അത് കേരള തെരഞ്ഞെടുപ്പ് ഉഡായിപ്പ് സംഗമം ആണ് എന്ന് നമുക്കേവർക്കും അറിയാം. പക്ഷെ നമ്മളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യമുള്ള, ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് ആഭിമുഖ്യമുള്ള ആരും അത് അംഗീകരിച്ച് തരികയില്ല. അവർ പല ന്യായീകരണങ്ങളും നിരത്തും. എന്നാലും അത് കേരള തെരഞ്ഞെടുപ്പ് ഉഡായിപ്പ് സംഗമമാണ് എന്നുള്ളത് സത്യമാണ്, കൃത്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പിറകിലേക്ക് പോകണം. 2018 സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വരുന്നത്. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാൻ 2018 സെപ്റ്റംബറിൽ സുപ്രീം കോടതിയുടെ അനുമതി വിധി വരികയാണ്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് ഒച്ചപ്പാടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 2019 ജനുവരി 1-ന് CPM-ൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തന്നെ നേതൃത്വത്തിൽ എന്ന് പറയാവുന്ന ഒരു നവോത്ഥാന മതിൽ, ഒരു വനിതാ മതിൽ പണിയുകയുണ്ടായി. നമ്മളൊക്കെ വിചാരിച്ചത് നവോത്ഥാനം വരികയാണ്, പുതിയതായിട്ടുള്ള കാഴ്ചപ്പാടുകളും രീതികളൊക്കെ അംഗീകരിക്കപ്പെടണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വനിതാ മതിലാണ് ആ പണിതത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അത് ശബരിമലയിലുള്ള, അതിൽ വിശ്വസിക്കുന്ന വിശ്വാസികളോടുള്ള ഏറ്റവും വലിയൊരു വഞ്ചനയുടെ മതിലായിരുന്നു. അതൊരു വർഗീയ മതിലായിരുന്നു. അതായിരുന്നു നവോത്ഥാന മതിൽ അല്ലെങ്കിൽ വനിതാ മതിലായിട്ട് ഉണ്ടാക്കിയിരുന്നത്, കെട്ടിയിരുന്നത്. അന്ന് 2019 ജനുവരി 1-ന് ആ വനിതാ മതിൽ പണിത അന്ന് രാത്രി, അതായത് 2019 ജനുവരി 2-ൻ്റെ പുലർച്ചകളിൽ, അന്ത്യയാമങ്ങളിൽ എന്ന് പറയാം, ആ സമയത്താണ് ഈ ശബരിമലയിലേക്ക് 2 സ്ത്രീകൾ കയറിയിട്ടുള്ളത്. നമുക്കറിയാം, ശബരിമല വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ വനിതാ മതിൽ പണിഞ്ഞുകൊണ്ട് സർക്കാർ ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള എല്ലാവിധ സുരക്ഷയും ഒരുക്കി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബിന്ദു അമ്മിണിയും കനകദുർഗയും അന്ന് ശബരിമലയിൽ പ്രവേശിച്ചു. അതിനെ പറ്റിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട്. വനിതാ മതിലും അതുപോലെ തന്നെ യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് 2 മാസങ്ങൾക്ക് മുൻപേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തന്ത്രിയെയൊക്കെ അപമാനിക്കുന്ന, പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, സ്ത്രീകൾ കണക്കരുത് എന്ന് പറയുന്നത്. ഈ പൂജാരിയും ബ്രഹ്മചാരിയാവും. ഇതാണ് വസ്തുത. അവിടെ പൂജാരി ബ്രഹ്മചാരിയായിരിക്കും, അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ല. നമ്മുടെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചാരിയെ നമുക്കറിയാം. ഗൃഹസ്ഥാശ്രമത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന്റെ അപ്പുറം കടന്ന് വ്യഭിചാരത്തിലേക്ക് പോയിട്ടുള്ള ശബരിമലയിൽ ദർശനം നടത്തി ചരിത്രം കുറിച്ച് ബിന്ദുവും കനകദുർഗയും. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെയാണ് ഇരുവരും ദർശനം നടത്തിയത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ബിന്ദുവും മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി കനകദുർഗയും പോലീസ് സുരക്ഷയിൽ ശബരിമലയിൽ എത്തിയത് അതീവ രഹസ്യമായാണ്. മുഖ്യമന്ത്രിയാണ് യുവതികൾ ദർശനം നടത്തിയ കാര്യം ആദ്യം സ്ഥിരീകരിച്ചത്. 1 മണിയോടെ ഇരുവരും മല കയറി തുടങ്ങി. കാക്കി വേഷം ഉപേക്ഷിച്ച് യുവതികളിൽ നിന്ന് അല്പമകന്ന് സുരക്ഷയൊരുക്കി 6 പോലീസും പിന്തുടർന്നു. വലിയ നടപ്പന്തലിലെ ക്യൂ നിൽക്കാതെ 18-ാം പടി ചവിട്ടാതെ വടക്കേ നടപടി സന്നിധാനത്തെത്തി. കൊടിമരത്തിന് മുന്നിലൂടെ നേരെ ശ്രീകോവിലിന് സമീപത്തേക്ക് പോലീസ് വഴിയൊരുക്കി. 10 മിനിറ്റിനകം തൊഴുതു മടങ്ങുകയും ചെയ്തു. കയറി എന്നത് വസ്തുതയാണ്. അതിന് പോലീസിന്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നത്. അത് ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തിൻ്റെ അലയൊലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപേ 2018
ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാനുള്ള സൗകര്യങ്ങൾ പോലീസിന് സംരക്ഷണത്തോടൊക്കെ ചെയ്തു കൊടുത്തൊരു മുഖ്യമന്ത്രിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് ഉദ്ഘാടന പ്രസംഗം നടത്തിയിട്ടുള്ളതും അതിൻ്റെ പിന്നിൽ നിന്നിട്ടുള്ളതും. അതുപോലെ തന്നെ തന്ത്രിയെ ആക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും നമ്മൾ കണ്ടു. ഈ ഒരു രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അന്ന് 2018-ലും 2019-ലൊക്കെ ശബരിമലയോടും ശബരിമല വിശ്വാസികളോടൊക്കെ വളരെ മോശമായ രീതിയിൽ പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊട്ടനെ ആളാക്കാണോ ആളെ പൊട്ടനാക്കുകയാണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്കാണ് CPM-ഉം ഇടതുപക്ഷ സർക്കാരും പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാണ്, ഇപ്പം നടക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സംഗമമാണ്, ഉഡ്ഡായിപ്പ് സംഗമം. നമുക്കത് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ശബരിമലയുടെ വിഷയം നടന്നതിന് ശേഷം ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമലയിൽ പ്രവേശിച്ചു. അതിൻ്റെ വനിതാ മതിൽ കെട്ടലും ഒക്കെ നടന്നതിന് ശേഷം നടന്നിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPM അമ്പേ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് CPM-ഉം ഇടതുപക്ഷവും ആ പരാജയപ്പെട്ടതിൻ്റെ കാരണം ചകഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ, ശബരിമലയിൽ ഇടതുപക്ഷ സർക്കാർ എടുത്ത സമീപനം തെറ്റായിരുന്നു. ബിന്ദു അമ്മിണിയെയും അതുപോലെ തന്നെ കനകദുർഗയെയും പോലീസ് പ്രൊട്ടക്ഷനിൽ അവിടെ പ്രവേശിപ്പിക്കാനും അതുപോലെ തന്നെ വനിതാ മതിൽ കെട്ടിയത് ജനുവരി 1-നാണെങ്കിൽ ജനുവരി 1-ൻ്റെ രാത്രിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പുലർച്ചയ്ക്കുള്ളിൽ ജനുവരി 2-ലാണ് ഈ ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമലയിൽ കയറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ സംശയം തോന്നും, ഈ വനിതാ മതിൽ കെട്ടിയത് പോലും ഇവരെ കയറ്റാനുള്ള ഒരു മറ ഉണ്ടാക്കി വെച്ചതാണെന്നുള്ളത്. കാരണം വനിതാ മതിലിൻ്റെ ശ്രദ്ധയിലേക്ക് ചാനലുകളൊക്കെ ശ്രദ്ധ തിരിക്കുമ്പോൾ അതിൻ്റെ അന്നത്തെ രാത്രിയിൽ അതിൻ്റെ അലയൊലികൾ തീരുന്നതിന് മുൻപേ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പോലീസ് പ്രൊട്ടക്ഷനിൽ ശബരിമലയിൽ പ്രവേശിപ്പിച്ചു. അതൊരു തെറ്റായിരുന്നു. അതിൻ്റെ കാരണത്താൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ട് നിന്നു. ഇത് മനസ്സിലാക്കിയ CPM അതിൻ്റെ പുറകെ ഗൃഹസമ്പർക്ക പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ശബരിമലയിൽ ആ ഒരു പ്രവേശനം അനുവദിച്ചത് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ഗൃഹസമ്പർക്ക പരിപാടി നടത്താണ്. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണത്. അപ്പോൾ അന്ന് പറ്റിയ ആ ഒരു തെറ്റ് തിരുത്താൻ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ഉഡ്ഡായിപ്പ് സംഗമമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതാണ് ആഗോള അയ്യപ്പ സംഗമം. അത് തെരഞ്ഞെടുപ്പ് ഉഡ്ഡായിപ്പ് സംഗമം തന്നെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് മാത്രം ഇടതുപക്ഷത്തിന് ഇനിയും വിജയിച്ച് മുന്നേറാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ അതിലുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രം, അതായത് ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നു കഴിഞ്ഞു. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിൻ്റെ കൈകളിൽ നിന്ന് വോട്ട് നേടി വിജയിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് CPM നടത്തുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ എന്ന് മാത്രമല്ല, ഭൂരിപക്ഷത്തിൽ തന്നെയുള്ള വർഗീയവാദികളായിട്ടുള്ള BJP-യെ പോലെയുള്ള BDJS പോലെയുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ്റെ പാർട്ടിയായ BDJS പോലുള്ള പാർട്ടികളുടെ പിന്തുണ കൂടി നേടിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അവരിൽ നിന്ന് ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന വോട്ടുകൾ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾക്ക് പകരമായിട്ട് ഇപ്പുറത്ത് നിന്ന് വർഗീയവാദികളായിട്ടുള്ള BJP-യുടെയും BDJS-ൻ്റെ ഒക്കെ വോട്ടുകൾ സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തുന്നത്. ഇനി അതല്ല, അതിനൊരു വിവാദമായിട്ട് മാറി എന്ന് കണ്ടപ്പോൾ ഇപ്പുറത്ത് ഇനി എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നുണ്ട്. അതിന് AP സംഗമം, EK സംഗമം, EK സുന്നി സംഗമം, AP സുന്നി സംഗമം, അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളായിട്ടുള്ള ഇതിലുള്ള ഓരോ സഭൻ്റെ രീതിയിലുള്ള സംഗമങ്ങളൊക്കെ ചിലപ്പോൾ നടത്താൻ മതിയാവും, സാധ്യതയുണ്ട്. കാരണം ഇതിനിപ്പോൾ പ്രതിരോധിക്കൽ വലിയ പ്രധാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യും. ഏതായാലും നമുക്ക് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളെ പറ്റിയിട്ടും അത് കൊണ്ടുവന്ന രീതികളെ പറ്റിയിട്ടും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഇനി നമുക്ക് പോകാം. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20-ന് നടന്നിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. റിപ്പോർട്ടറിൻ്റെ ഒരു കാർഡ് കാണാൻ പറ്റും.
അതിൽ ആഗോള അയ്യപ്പ സംഗമം വെള്ളാപ്പള്ളി നടേശൻ എത്തിയത് മുഖ്യമന്ത്രിക്കൊപ്പം ഔദ്യോഗിക വാഹനത്തിൽ. വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ എത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊരു കാർഡ് മാത്രമല്ല, നമുക്കതിൻ്റെ വീഡിയോ തന്നെ ഇവിടെ കാണാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി വന്ന് ഇറങ്ങുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അതൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. മുഖ്യമന്ത്രി ഇറങ്ങാണ്. വെള്ളാപ്പള്ളി ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളാപ്പള്ളിയെയും കാണാം, മുഖ്യമന്ത്രിയെയും കാണാം. അപ്പോൾ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ വെള്ളാപ്പള്ളി നടേശനുണ്ട്, VN വാസവനുണ്ട്. അപ്പോൾ അവരിങ്ങനെ മുഖ്യമന്ത്രിൻ്റെ കൂടെ നടന്നു വരുന്ന ആ വിഷ്വൽസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി ഈ മുഖ്യമന്ത്രിൻ്റെ കൂടെ ആനയിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടുള്ള കാറിൽ കൊണ്ടുവന്നിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. അതായത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് എന്നാണ് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേ മുഖ്യമന്ത്രിൻ്റെ കൂടെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ. സദാസമയം തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം പുതിയൊരു സ്ട്രാറ്റജി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. CJP, CPM, BJP ഒരു കൂട്ടുകെട്ട്, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഡ്രൈവിങ് നടത്തുന്ന ഡ്രൈവറാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ട് പിണറായി വിജയൻ മുൻപ് 2015 ഒക്ടോബർ 5 പറഞ്ഞിട്ടുള്ള, ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം. RSSന്റെ നാവ് കടമെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ സഖാവ് VS അച്യുതാനന്ദനെയും മറ്റു നേതാക്കളെയും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണം. RSS ബന്ധം അദ്ദേഹത്തിൻ്റെ അഹംഭാവം എത്രമാത്രം ഹീനമായ തലത്തിൽ എത്തിക്കുന്നു എന്നാണ് മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നതിലൂടെ കാണാനാകുന്നത്. RSS ബന്ധമുള്ള ആളാണെന്നാണ് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതും ഇതും കൂട്ടി വായിക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഒരിക്കലും ഉൾക്കൊള്ളുന്നതല്ല RSS രാഷ്ട്രീയം. അത് തിരിച്ചറിയുന്ന ജനങ്ങളെ ഇത്തരം അഭ്യാസം കൊണ്ട് വഴിതെറ്റിക്കാനാവില്ല. വർഗീയതയുടെ വഴിയിലേക്ക് നയിക്കാൻ ആര് ശ്രമിച്ചപ്പോഴും ചെറുത്തുനിന്ന പാരമ്പര്യമാണ് ശ്രീനാരായണീയരുടേത്. മതമെന്നാൽ അഭിപ്രായം, അതേതായാലും മനുഷ്യന് ഒരുമിച്ച് കഴിഞ്ഞുകൂടാം എന്ന ശ്രീനാരായണ വാക്യം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു ജനതയെ മാട്ടിറച്ചി ഭക്ഷിച്ചു എന്ന് ആരോപിച്ചു മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും കേരളത്തിൽ നടക്കില്ല. അപ്പം RSS ബന്ധമുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് 2015 പിണറായി വിജയന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേ വെള്ളാപ്പള്ളിയോടൊപ്പം ഇപ്പോൾ പിണറായി വിജയൻ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ RSSുമായിട്ടും പിണറായി വിജയനും മുഖ്യമന്ത്രിയും പിണറായി വിജയൻ്റെ പാർട്ടി CPM ഒക്കെ കൂട്ടുകൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ അവസാനത്തെ പോയിന്റ് നമ്മൾ ഉടൻ നോട്ട് ചെയ്ത് വെക്കണം. അതിങ്ങനെയാണ് പറയുന്നത്: മാട്ടിറച്ചി ഭക്ഷിച്ചു എന്ന് ആരോപിച്ചു മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു നീക്കവും കേരളത്തിൽ വിജയിക്കില്ല. മാട്ടിറച്ചി ഭക്ഷിച്ചതിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ വിജയിക്കില്ല ഈ കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. മാട്ടിറച്ചി
ഭക്ഷിച്ചതിൻ്റെ പേരിൽ ആരോപിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ഒരു ഏർപ്പാട് കേരളത്തിൽ നടന്നിട്ടില്ല. പിന്നെ അത് എവിടെ നടന്നു? അതാണ് അടുത്ത പോയിന്റ്. അതായത് അത് നടന്നിട്ടുള്ളത് UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിന് ഇന്നത്തെ മുഖ്യമന്ത്രി ആരാണ്? ഇനി നമുക്ക് ആ വഴിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് UP, ഉത്തർപ്രദേശ്, അതിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? മാട്ടിറച്ചി ഭക്ഷിച്ചതിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്ത് അത് കാണിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ എല്ലാ ജനങ്ങളും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മാട്ടിറച്ചി ഭക്ഷിച്ചതിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊന്നിട്ടുണ്ട് UP-യിൽ. നമുക്കറിയാം, മുഹമ്മദ് അഖ്ലാഖിനൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ആ ഒരു ഭ്രാന്ത് കാണിക്കുന്ന, വർഗീയ ഭ്രാന്ത് കാണിക്കുന്ന UP-യുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനെ നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ഷണിച്ചതിന് നന്ദി. ആഗോള അയ്യപ്പ സംഗമത്തിന് ആശംസകൾ അറിയിച്ച് യോഗി ആദിത്യനാഥ്. എന്നിട്ട് യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ ഉണ്ട്, അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുള്ള ആ സന്ദേശമുണ്ട്. അപ്പോൾ ഈ യോഗി ആദിത്യനാഥ് ആരാണെന്നുള്ളത് CPM-ൻ്റെ നേതാക്കൾക്ക് അറിയാത്തതാണോ? അയാളൊരു വർഗീയ ഭ്രാന്തനാണെന്നുള്ളത് അറിയാത്തതാണോ? മുഖ്യമന്ത്രിയാണ്, UP-യുടെ മുഖ്യമന്ത്രിയാണ്, പക്ഷെ അയാളൊരു മതവർഗീയ ഭ്രാന്തനാണ് എന്നുള്ളത് പറയുന്നത് ആരാണ്? പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുള്ള കാര്യമാണ്. മുൻപ് 2015 ഒക്ടോബർ 5 ഇട്ടിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് പേജിൽ പേര് പറയാതെ ഇട്ടിട്ടുള്ളത് അതാണ്. മാട്ടിറച്ചി ഭക്ഷിച്ചതിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്ത് കാണിച്ച വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. അത് മാത്രമല്ല, CPIM-ൻ്റെ നേതാവും വനിതാ കമ്മീഷൻ അധ്യക്ഷ, നിലവിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിട്ടുള്ള P. സതീദേവി യോഗി ആദിത്യനാഥിനെ കുറിച്ചിട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള ഹാത്രസിലെ ഒരു പീഡനം നടത്തിയിട്ട്, ഒരു പെണ്ണിനെ പീഡനം നടത്തിയിട്ട്, കൊടിയ പീഡനം നടത്തിയിട്ട് കൊന്നതിന് ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് അതിൻ്റെ ചർച്ച ചാനലിൽ നടക്കുമ്പോൾ P. സതീദേവി പറഞ്ഞിട്ടുള്ളത് യോഗി എന്ന് വിളിക്കാനുള്ളൊരു യോഗ്യതയില്ലാത്ത ഒരാളാണ് ആര്? ഈ ഒരു യോഗി ആദിത്യനാഥ്, UP-ൻ്റെ മുഖ്യമന്ത്രി. ഇത് പറയുന്നത് P. സതീദേവി CPM-ൻ്റെ നേതാവാണ്, ഈ നിലവിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമാണ്. നമുക്ക് ആ ഒരു പറയുന്ന കാര്യം നമുക്ക് കേട്ടു നോക്കാം. മാതൃഭൂമിൻ്റെ ഒരു ചർച്ചയിൽ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ യോഗി ആദിത്യനാഥിനെ കുറിച്ചിട്ട് അയ്യപ്പ സംഗമ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനെ കുറിച്ചിട്ട് സതീദേവി പറഞ്ഞ ആ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. ശ്രീമതി P. സതീദേവി, മൃതദേഹം ഇരുചെവി അറിയാതെ മാതാപിതാക്കളെ കാണിക്കാതെ കൊണ്ടിട്ട് കത്തിക്കുന്ന ഒരു തരത്തിലുള്ള ആചാരം പാലിക്കാതെ തൊട്ട് പിറ്റേ ദിവസം ADGP പ്രശാന്ത് കുമാർ വാർത്താ സമ്മേളനം നടത്തി പറയുന്നു, ദ ഫോറൻസിക് സയൻസ് ലാബ് റിപ്പോർട്ട് ക്ലിയർലി സേസ് ദാറ്റ് sperm was not found in the sample collected from the woman. The report has made it clear that the woman was not raped. ADGP പറയുകയാണ്, ഈ കേസിൽ ഈ പെൺകുട്ടിക്ക് നീതിയുടെ കണിക കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീമതി P. സതീദേവി? ഹസ്മി, ഓരോ പെൺകുട്ടികൾ പീഡനത്തിനിരയാകുമ്പോഴും രാജ്യവ്യാപകമായി നീതിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി ഉയർത്തേണ്ടുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യം എത്തിച്ചേരുകയാണ്. ഹസ്മി ഇവിടെ ആമുഖമായിട്ട് UP മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചിട്ടുള്ള പദം യോഗി എന്ന ആ പദമാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഹസ്മി ഉപയോഗിച്ചിട്ടുള്ളത്. അതിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം യോഗി എന്ന പദത്തിന് വളരെ വിപുലമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഇവിടെ ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദി UP-യുടെ മുഖ്യമന്ത്രി കസേരയിൽ ആസനസ്ഥനാക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായിരുന്നില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം ഉത്തർപ്രദേശിൽ അവിടുത്തെ ഭരണം തന്നെ ഒരു കൂട്ടം വരുന്ന ക്രിമിനലുകളുടെ, സവർണ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ക്രിമിനലുകളുടെ കൈകളിലേക്ക് ആ നാടിന്റെ ക്രമസമാധാന പാലനം തന്നെ വിട്ടുകൊടുത്തിട്ടുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടായി. ഗ്രാമപഞ്ചായത്തുകൾ, നമ്മുടെ നാട്ടിൽ ഗ്രാമപഞ്ചായത്ത് എന്നാണ് പറയുകയാണെങ്കിൽ അവിടെ ജാതി പഞ്ചായത്തുകളാണ്, ഘാപ്പ് പഞ്ചായത്തുകൾ. ആരാ ഘാപ്പ് പഞ്ചായത്തുകൾ നിയന്ത്രിക്കുന്നത്? അവിടുത്തെ സവർണ മേധാവികളാണ്. ഈ ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സദാചാര പാലനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റി റോമിയോ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു കൂട്ടം ക്രിമിനലുകളെ രംഗത്തിറക്കിയിട്ടുള്ളത്. ടോയ്ലറ്റ് വിജിലൻസ് സ്ക്വാഡ് എന്ന് പറയുന്ന മറ്റൊരു സ്ക്വാഡ് ഉണ്ട് അവിടെ. പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ പാവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ കുറ്റിക്കാട്ടിന്റെ മറയത്തൊക്കെ പോകുമ്പോ ക്യാമറയുമായിട്ടത് പിടിക്കാൻ ഈ ഗുണ്ടാ സംഘം ഇറങ്ങുകയാണ്. അപ്പൊ ആ ഗ്രാമപ്രദേശത്തുള്ള ജീവിതമടക്കം ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുടെയും ഘാപ്പ് പഞ്ചായത്തുകളുടെ നിയന്ത്രണം
ഏൽക്കുന്ന ഈ സവർണ മേധാവികളുടെയും ഒക്കെ തന്നെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കി തീർത്തിരിക്കുന്ന അവസ്ഥയിലാണ് നിരവധിയായിട്ടുള്ള പീഡന കേസുകൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹത്രാസ് പീഡനത്തിന്റെ ഭാഗമായിട്ട് BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ പ്രതികളെ പിടിച്ചു എന്നാണ്. പക്ഷെ ആ കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ തന്നെ ADGP അവിടുത്തെ DGP പറഞ്ഞിട്ടുള്ളത് അവിടെ ബലാത്സംഗമേ ഉണ്ടായിട്ടില്ല, കുട്ടിയുടെ നുണ പരിശോധിക്കണം എന്ന് പറയുകയാണ്. എത്രമാത്രം ഹീനമായിട്ടുള്ള അവസ്ഥയാണ്. സാധാരണ നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്, മൃതദേഹത്തോട് മാന്യത പുലർത്തുക എന്നുള്ളത്. ഈ പീഡനത്തിനിരയായിട്ട് 10-15 ദിവസം ആശുപത്രിയിൽ കിടന്ന് മരണമടഞ്ഞിട്ടുള്ള പെൺകുട്ടിയുടെ മൃതദേഹം എങ്ങനെയാണ് മറവ് ചെയ്തത്? ലോകമാകെ കണ്ടല്ലോ. പോലീസ് യൂണിഫോം ഇട്ട പോലീസുകാര് ഈ ആദിത്യനാഥിന്റെ ഭൃത്യന്മാരായിട്ട് അവിടെ സേവനമനുഷ്ഠിക്കുന്ന പോലീസുകാര് ഒരു ചവറ്റുകൂനക്ക് അരികിലാണ് ആ പെൺകുട്ടിയുടെ ശരീരം കൊണ്ടുപോയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുള്ളത്. എന്നിട്ട് ബലാത്സംഗമേ നടന്നിട്ടില്ല, കുട്ടിയുടെ ബന്ധുക്കൾ നുണ പറയുകയാണെന്ന് പറയാൻ. ആ പെൺകുട്ടിയുടെ മുഖമൊന്ന് കാണാൻ, ആ മൃതശരീരത്തിന്റെ മുഖമൊന്ന് കാണാൻ ആവശ്യപ്പെട്ടിട്ട് പോലും അതിനെ അനുവദിക്കാതിരുന്നിട്ടില്ല. എത്ര മൃഗീയമായിട്ടുള്ള അവസ്ഥയിലാണ് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. വളരെ ദയനീയമായിട്ടുള്ള പശ്ചാത്തലം അവിടെ ഉണ്ടായി. മാധ്യമ പ്രവർത്തകരെ ആ കുടുംബാംഗങ്ങളെ കാണാൻ അനുവദിച്ചില്ല. ഇപ്പൊ ഇവിടെ ദൃശ്യത്തിലൂടെ കണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ അനുജൻ ഈ എല്ലിന്റെ കഷ്ണം ഈ ചാരത്തിൽ നിന്ന് പെറുക്കിയെടുക്കാൻ നോക്കുകയാണ്. ചാരം മാത്രമായിട്ട് അവശേഷിച്ചിരിക്കുകയാണ്. തെളിവുകൾ എങ്ങനെയൊക്കെ തന്നെയാണ് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഉത്തർപ്രദേശിലെ പോലീസിന് നന്നായിട്ട് അറിയാം. ഈ ആദിത്യനാഥിന്റെ സന്തത സഹചാരിയായിരുന്ന ഒരു MLA ഉന്നാവ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയിട്ടുള്ള പീഡനത്തിന്റെ കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ പെൺകുട്ടി പീഡനത്തെ അതിജീവിച്ചുകൊണ്ട് തെളിവ് കൊടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നാലെ ഓടി നിരന്തരമായിട്ട് വേട്ടയാടി, എന്നിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കോടതി ഉണ്ടാക്കേണ്ടി വന്നല്ലോ ആ കുട്ടിയെ ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ. ഇപ്പൊ CBI അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഈ DGP തന്നെ പറയുന്നു ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് പറയുന്നത് ബലാത്സംഗം നടന്നിട്ടില്ല. പറയുന്നത് ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് അത്രയേ പറയാൻ പറ്റൂ. സുരേഷ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കേൾക്കണം. ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ ഒരു നേതാവോ അല്ല, CPMന്റെ നേതാവായിട്ടുള്ള P സതീദേവിയാണ്. ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള P സതീദേവിയാണ് മുൻപ് ഈ കാര്യം യോഗി ആദിത്യനാഥിനെ കുറിച്ചിട്ട്, അയാളുടെ ഗവൺമെന്റിനെ കുറിച്ചിട്ട്, അയാളെ പോലീസ് രാജിനെ കുറിച്ചിട്ട്, പോലീസിനെ കുറിച്ചിട്ട്, അവർ ചെയ്തിട്ടുള്ള ക്രൂരതകളെ കുറിച്ചിട്ട്, അയാളുടെ കൂടെയുള്ള MLAയെ കുറിച്ചിട്ട് ഇത്രമാത്രം വളരെ മോശമായിട്ടുള്ള രീതിയിൽ കൃത്യങ്ങൾ ചെയ്യുന്ന ഈ ഒരു യോഗി ആദിത്യനാഥിനെയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെയും ഒക്കെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് CPMന്റെ നേതാവും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിട്ടുള്ള P സതീദേവിയാണ്. ഇത് ഇപ്പോൾ പറഞ്ഞതല്ല, മുൻപ് പറഞ്ഞതാണ്. അതിൽ നിന്ന് ഒരു മാറ്റവും ഈ യോഗി ആദിത്യനാഥിനോ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനോ വന്നിട്ടില്ല. പ്രതിഷേധങ്ങളൊക്കെ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട് ഇയാളുടെ ഈ ഗവൺമെൻറ്റിനെതിരിൽ. അങ്ങനത്തെ ഒരു യോഗി ആദിത്യനാഥിനെയാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. കടുത്ത വർഗീയവാദത്തിൻ്റെ പേരിൽ മനുഷ്യരെ മാട്ടിറച്ചി കഴിച്ചതിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള, മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടുത്തെ എല്ലാ ആളുകളും അല്ല, ഇയാളുടെ കീഴിലുള്ള ആളുകൾ. അതിനു വേണ്ടിയിട്ട് ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ള പല സംഗതികളുണ്ട്. നമുക്കറിയാം, ഇതൊക്കെ നമുക്കറിയാവുന്ന നമ്മളെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ, ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി, അയാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സന്ദേശം അയച്ചു, ക്ഷണക്കത്തയച്ചു. അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? മറുപടി കത്ത് അയച്ചു, അദ്ദേഹത്തിന് സന്ദേശം തിരിച്ചയച്ചു. ആ വേദിയിൽ അത് വായിക്കപ്പെട്ടു. അപ്പം നമുക്ക് അതും കൂടെ ഒക്കെ കേട്ടു നോക്കാം. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെയൊക്കെ ഇനി കൂട്ടി വിളിക്കണം, ബഹുമാനപ്പെട്ട എന്ന് കൂട്ടി വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിൻ്റെ പ്രസ്താവന കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം മന്ത്രി വാസവൻ ഇങ്ങനെ ഒരു ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു ബഹുമാനപ്പെട്ട ആരാണെന്ന് നമുക്ക് കേട്ടു നോക്കാം. ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഇത് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മെസ്സേജാണ്. ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ സംഗമത്തിന് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ടുള്ള മനോഹരമായ സന്ദേശമാണ് അയച്ചു തന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് പ്രചരിപ്പിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, കർണാടകത്തിലെ ഡൽഹി. അപ്പൊ എങ്ങനെ ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ
ഞാൻ സന്ദേശം ക്ഷണക്കത്തയച്ചു. അദ്ദേഹം തിരിച്ച് സന്ദേശം അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ സന്ദേശത്തിൽ എന്താ പറയുന്നത് അറിയോ? ലക്ഷ്യം നിറവേറ്റട്ടെ, അയ്യപ്പ സംഗമത്തിന് ആശംസയുമായി യോഗി. കത്ത് ഉദ്ഘാടന വേദിയിൽ വായിച്ച് മന്ത്രി വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ മന്ത്രി വാസവൻ അത് വായിച്ചു. ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പി സതീദേവി എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? യോഗി എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ്. യോഗിമാർക്ക് ആ ഒരു യോഗി എന്ന പദത്തിന് അത് ഏറ്റവും വലിയ മോശപ്പെട്ട അർത്ഥം ഉണ്ടാക്കും. ഈ ഒരു യോഗി ആദിത്യനാഥിന്, ഇയാൾ ആദിത്യനാഥിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ളത് പി സതീദേവിയാണ്. അതേ പി സതീദേവിയുടെ പാർട്ടിയിലുള്ള, അതേ പാർട്ടി ഭരിക്കുന്ന, ഇടതുപക്ഷം ഭരിക്കുന്ന അതിൻ്റെ മന്ത്രിസ്ഥാനത്തുള്ള വാസവനാണ് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളത് കാണണ്ടേ? അപ്പോൾ എന്താണ് CPM എന്താണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? ഇനി CPMൻ്റെ നേതാവായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള വാസവൻ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വെച്ചിട്ട് ഈ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിക്കുന്നുണ്ട്. അത് നമുക്ക് കേട്ടു നോക്കാം. ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. ഡിയർ ശ്രീ VN വാസവൻജി, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devasam Board. Lord Ayyappa is the divine protector of Dharma. His worship illuminates the path of righteous living and inspires the devotees of promote and preserve Sattvic values for strengthening harmony, inclusivity and unity. It is necessary to spread ancient Indian wisdom and traditions. In this perspective, Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, യോഗി ആദിത്യനാഥ്. ഇത് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ മെസ്സേജാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയിൽ വായിച്ചു. ഈ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ചിട്ട് 2015 പിണറായി വിജയൻ സൂചിപ്പിച്ചത് എന്താണ്? വർഗീയ ഭ്രാന്ത്, അല്ലേ? മാട്ടിറച്ചി ഭക്ഷിച്ചതിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വർഗീയ ഭ്രാന്ത്, അത് നടത്തുന്ന ആ ഒരു സ്റ്റേറ്റിലെ അങ്ങനത്തെ ആളുകളെ, അത്തരം ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് ക്ഷണിച്ചു. അയാൾ വന്നില്ല, പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ട് ആ സന്ദേശം വായിച്ചു. എന്തൊരു ബഹുമാനത്തിലാണ് അത് വായിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതേസമയത്ത് സ്റ്റാലിൻ്റെ സന്ദേശം അവിടെ വായിച്ചു എന്നാണ് പറയുന്നത്. ഞാനത് മുഴുവനായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. വായിച്ചിട്ടുണ്ടാവും, മതിയാവും. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടെ വായിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അതാരും ഷെയർ ചെയ്തതായിട്ടും കണ്ടിട്ടില്ല. ഇനി ഇതേ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ, ലീഗും കോൺഗ്രസുമുള്ള UDF ആണ് നിലവിൽ ഭരിക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ ഒരു സംഗമം നടത്തുന്നത് UDF ആണെങ്കിൽ, ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വർഗീയ ഭ്രാന്തിൻ്റെ ഉടമയായിട്ടുള്ള UP മുഖ്യമന്ത്രിയെ UDF ക്ഷണിക്കുകയും ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് ഈ ഒരു യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ സന്ദേശം അയക്കുകയും അത് UDFിലെ ഏതെങ്കിലും ഒരു മന്ത്രിയുമാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഏതെങ്കിലും ഒരു മന്ത്രിയാണ് ഇത് വായിക്കുന്നത്. UDF ആണ് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് UDF ആണെങ്കിൽ എന്തായിരിക്കും പുകിലല്ലേ? CPMൻ്റെ സഖാക്കൾ കേൾക്കുന്നുണ്ടോ? അന്ധമായിട്ട് CPMൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? UDF ഭരിക്കുമ്പം ഇതുപോലുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിലിങ്ങനത്തെ ഒരാളെ, വർഗീയ ഭ്രാന്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരാളെ, അയാളുടെ സന്ദേശം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ എഴുതിയുണ്ടാക്കും. ഇപ്പോഴത്തെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPMൻ്റെ നേതാക്കൾ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കും അല്ലേ? RSSനൊപ്പം കൂടി, വർഗീയതയ്ക്കൊപ്പം കൂടി,
പിന്നെ UDF, ലീഗ്, അങ്ങനെ ഇങ്ങനെ മറ്റേതാണ്, കോലീബിയാണ്, അതാണ് ഇതാണ്. അപ്പം കോലീബിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പരത്തൂലേ? ഈ CJP, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയായിട്ട് CPM മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? സതീദേവിയും പിണറായി വിജയനും DYFI ഒക്കെ എന്തായിരുന്നു നടത്തിയിട്ടുള്ളത്? ഈ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ആ വർഗീയ ഭ്രാന്ത്, ഇത് മാട്ടിറച്ചി കഴിച്ചതിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ആ വർഗീയ ഭ്രാന്ത് നടത്തിയ ആ ഒരു സമയത്ത്, ഈ പശുരാഷ്ട്രീയം ഉത്തർപ്രദേശ് നടത്തിയ ആ ഒരു കാലത്ത്, അന്ന് DYFI ഒക്കെ ഇവിടെ ഇറച്ചി ബീഫൊക്കെ വെച്ച് വിളമ്പിയിട്ടില്ലായിരുന്നു. ബീഫ് വേണ്ടവർക്ക് ബീഫ്, പന്നിയിറച്ചി വേണ്ടവർക്ക് പന്നിയിറച്ചി, എല്ലാം വിളമ്പി. മനുഷ്യൻ്റെ ആഹാര സ്വാതന്ത്ര്യം അത് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല, ഒരു ഗവൺമെൻറ്റിന് നിഷേധിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് DYFI. CPM നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അത് നടത്തിയിട്ടുള്ള യോഗി ആദിത്യനാഥിനെ പോലെയുള്ള, ഏത് വർഗീയ ഭ്രാന്ത് കാണിച്ചിട്ടുള്ള യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം, അയ്യപ്പൻ എന്താണ്, സ്വാമി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉഡായിപ്പ് CPM ഭരണത്തിലേക്ക് വീണ്ടും വരാൻ, മൂന്നാമത്തെ വട്ടവും അധികാരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇമാതിരി ഉഡായിപ്പ് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേറെ ഇല്ല. ഇങ്ങനൊരു മുഖ്യമന്ത്രി ഇത്രമാത്രം വർഗീയതയോട് ചേർന്ന് നിൽക്കുന്നുള്ളത് കേരളത്തിൻ്റെ ജനസമൂഹം ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല, അല്ലേ? അതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇങ്ങനെ മാറൂല. അപ്പോൾ ഇനി ഇതിനെ പറ്റിയിട്ട് ഒരു ചാനലിൽ, പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ, പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് വിനു വി ജോൺ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ അതും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ശങ്കർ, ഇതൊരു UDF കാലത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഗമം നടക്കുമ്പോൾ ഇതുപോലെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു സന്ദേശം വായിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ? തീർച്ചയായിട്ടും ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ആ എക്സൈസ് മന്ത്രി ഉടനെ രാജിവെക്കേണ്ടതുണ്ട്. കോലീബി സഖ്യം എന്ന് പറഞ്ഞ് ഇവിടെ സഖാക്കൾ എന്തൊക്കെ അക്രമം നടത്തിയത്. ഏതായാലും ഇതൊക്കെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമാണ്. കാരണം നമ്മൾ ഈ യോഗി ആദിത്യനാഥിനെ ക്ഷണിക്കുകയും അദ്ദേഹം അതിൻ്റെ സന്ദേശം അയക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ BJPക്കാർ പന്തളത്ത് നടത്തുന്നതിന് എന്ത് പ്രസക്തിയുള്ളത്? ഒരു പ്രാധാന്യമില്ല. നരേന്ദ്രമോദിയുടെ സന്ദേശം പുറകെ വരുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത് കിട്ടാൻ വൈകിയതായിരിക്കും. അദ്ദേഹത്തിന് അയച്ചാൽ പുള്ളി വരില്ല എന്ന് പറയുമോ? ഇതിന് ആശംസ നേരാതിരിക്കുമോ? അമിത്ഷാ ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും, അതല്ല ഇനി നിതിൻ ഗഡ്കരി ആണെങ്കിലും, ഇവിടെ നിന്നൊരു സന്ദേശം അങ്ങോട്ട് അയച്ചാൽ അവിടെ നിന്നൊരു സന്ദേശം ഇങ്ങോട്ട് കിട്ടും. പക്ഷേ അത് വായിക്കണോ വായിക്കാതിരിക്കണോ എന്നുള്ളത് ഈ സംഘാടകരുടെ ഒരു യുക്തി അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച്, ത്യാജ്യഗ്രാഹി വിവേചന ശക്തി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യം. ഏതായാലും വാസ്തവന് നല്ല ഔചിത്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് വായിച്ചതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ബലപ്പെട്ടു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ BJPക്കെതിരെ വോട്ട് ചെയ്യണേ, ഇനി CPMന് വോട്ട് ചെയ്താൽ മതി എന്നിത് കാണുന്ന ഏതൊരു അയ്യപ്പ ഭക്തനും അത് കൺവിൻസ്ഡായി കഴിഞ്ഞു. അപ്പോൾ അഡ്വക്കേറ്റ് M ജയശങ്കർ പറഞ്ഞതുപോലെ അദ്ദേഹമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്ന ആളുകളൊന്നല്ല നമ്മളൊന്നും. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ BJPക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? CPMന് വോട്ട് ചെയ്താൽ പോരെ? BJPക്ക് തുല്യമായിട്ട് CPM തന്നെ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇനി എന്തിനാണ് BJPക്ക് വോട്ട് ചെയ്യുന്നത്? ഇനി എന്തിനാണ് BJPക്ക് ഒരു സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ ശാഖാ കമ്മിറ്റികളൊക്കെ എന്തിനാണ് ഇനി BJPക്ക്? CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ ഇനി വേണമെന്നില്ല, അത് ഇനി BJPയിലേക്കാണ് മാറ്റിക്കഴിഞ്ഞാൽ മതി. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സംസ്ഥാന കമ്മിറ്റി, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ഈ കമ്മിറ്റികളൊക്കെ എന്ത് ചെയ്യാം? BJPക്ക് തുല്യമായിട്ട് BJPൻ്റെ ആളുകളൊക്കെ അതിലേക്ക് ചേർത്തുകൊണ്ട് അങ്ങനെയായിട്ട് നടക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ തോന്നൽ ഞാൻ പറയുന്നു, മനസ്സിൻ്റെ ഉള്ളിൽ ഒരല്പമെങ്കിലും കമ്മ്യൂണിസത്തോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് താല്പര്യമുള്ള ഓരോ വ്യക്തിക്കും ഒരു ചിന്ത ഉണ്ടാവും. അതായത് ഈ പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോയിൽ കാര്യമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിച്ചു തരില്ല. കാരണം എന്താ അറിയോ? അംഗീകരിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ നിന്ന ആശയത്തിനെ തള്ളിപ്പറയുന്നതിന് തുല്യമായി പോകുമെന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇതിനൊക്കെ ചോദ്യം ചെയ്യണം. CPMനോട് നിങ്ങൾ ചോദ്യം ചെയ്യണം. ഇതൊരു ഇടതുപക്ഷത്തിൻ്റെയോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ താല്പര്യപ്രകാരമുള്ള ഒരു കാര്യമേ അല്ല.
പിണറായി വിജയനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ BJP ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. BJP തങ്ങളുടെ വരുതിയിലേക്ക് CPM-നെ ഇടതുപക്ഷത്തെ കൊണ്ടുവന്നിരിക്കുന്നു. തിരിച്ചു പറയാൻ, മറുത്തു പറയാൻ, എതിർക്കാൻ, ഒന്ന് ഒച്ച വെക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ CPM BJPക്ക് കീഴടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ സംഘപരിവാറിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഓരോ ഇടതുപക്ഷത്തെ സഖാവിൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പ്രതികരിക്കണം ഇതിനെതിരെ. ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ ഈ അജണ്ട, ഒളി അജണ്ടകൾ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. എതിർക്കണം. അപ്പം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിനെ മുൻപിൽ കണ്ടുകൊണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉഡായിപ്പ് സംഗമമാണ് എന്നുള്ളത് സഖാവെ നിങ്ങളും സമ്മതിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട്, കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.